ഹായ് ഫ്രണ്ട്സ്, ഫുഡ്സ് ഓഫ് ഇടുക്കിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണം സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മാമ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് നല്ല നാടൻ ചെറിയ മാമ്പഴം ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കണം. ഇപ്പം എൻ്റെ അടുത്ത് ആ മാമ്പഴം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലുള്ള മാമ്പഴം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. മുഴുവനായിട്ടുള്ള മാമ്പഴം ആണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമുക്ക് ഫസ്റ്റ് ഈ മാമ്പഴം ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം വേണം അരപ്പ് തയ്യാറാക്കാൻ. ഞാനിത് ഒരു മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ 2 മാമ്പഴം അങ്ങിട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 തണ്ട് കറിവേപ്പില, 4 പച്ചമുളക്. ഈ പച്ചമുളകിന് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് 4 എടുത്തിരിക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. മുളക് പൊടി കൂടെ ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒഴിക്കുന്നത് 1/2 ഗ്ലാസ് വെള്ളം. സാധാരണ വെള്ളമൊക്കെ കുടിക്കാൻ എടുക്കുന്ന ചെറിയ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് വെള്ളം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇതിൻ്റെ തീ ഓണാക്കി കൊടുക്കാം. അടച്ചു വെക്കുവാണ്, വെന്ത് വരട്ടെ. മാമ്പഴം വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. പെട്ടെന്ന് തന്നെ മാമ്പഴം വെന്ത് വരും. ഞാനിതിലേക്ക് ഒരു 3 പിടി തേങ്ങയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നിറച്ച് 3 പിടി തേങ്ങ. ഇനി കപ്പ് കണക്കൊക്കെ പറയുവാണെങ്കിൽ നിറച്ചൊരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പച്ചമുളകും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ 1 പച്ചമുളക് മാത്രമാണ് അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. അടുത്ത ഘട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ്. വെള്ളം ഒഴിക്കുമ്പോൾ ഈ തേങ്ങയുടെ താഴെ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ മാത്രമാണ് തേങ്ങ നന്നായിട്ട് അരഞ്ഞു കിട്ടത്തുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പേസ്റ്റായിട്ട് തേങ്ങ അരഞ്ഞു കിട്ടത്തില്ല. അപ്പോൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഈ മാമ്പഴം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. വീണ്ടും ഇതങ്ങ് അടച്ചു വെക്കാം. ഇപ്പം ഈ മാമ്പഴം വെന്തിട്ടുണ്ട്, അതുപോലെ വെള്ളവും കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒഴിച്ചു കൊടുക്കും വെള്ളം അഥവാ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് തുറന്ന് വെച്ച് വറ്റിക്കണം. ഇതിലേക്ക് ഞാൻ നല്ല പേസ്റ്റാക്കി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ അരയ്ക്കുമ്പോൾ നല്ല പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കണം. അപ്പോഴാണ് ആ കറിക്ക് നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റും കിട്ടുള്ളൂ. ചെറിയ മാമ്പഴമാണെങ്കിൽ കറി കാണാൻ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും. ആ മാമ്പഴം അങ്ങനെ കിടക്കും. മൺചട്ടി ആയതുകൊണ്ട് നന്നായിട്ട് തിളച്ച് വരും. അപ്പോൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ്. പക്ഷെ ഞാൻ ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇപ്പോൾ തീ അങ്ങ് ഓഫാക്കിയിട്ടാണ് തൈര് ചേർക്കുന്നത്. അതല്ലെങ്കിൽ ഈ ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് തൈരങ്ങ് ചൂടായിട്ട് പിരിഞ്ഞതുപോലെ ആയിപ്പോൾ. അപ്പോൾ സാധാരണ പാത്രത്തിലാണ് നിങ്ങൾ കറി വെക്കുന്നതെങ്കിൽ ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്കൊരു കപ്പ് തൈരൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അധികം ചൂട് ഉണ്ടാകത്തില്ല. ഇപ്പം ഞാൻ ഇതുപോലെ നല്ല കട്ട തൈര് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ചെറിയ കട്ടകൾ ഉള്ളതുകൊണ്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഓണാക്കി ഓഫാക്കും. അധിക സമയമിട്ട് അടിച്ച് മോരുംവെള്ളം പോലെ ആക്കരുത്. ഒറ്റയടി അടിച്ചാൽ മതി, കട്ടയൊന്നും ഉടയാൻ വേണ്ടി മാത്രം. അതുപോലെ ഇപ്പോൾ ഈ കറിയുടെ തീ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്, കാരണം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് അടിച്ച തൈരങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. അങ്ങ് ഇളക്കി യോജിപ്പിക്കാം. സാധാരണ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചെറുതായിട്ടൊന്ന് തീ ഓണാക്കി കൊടുത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്ത് തൈരൊന്ന് ചൂടായി വരണം. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഈ മാമ്പഴത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിതിലേക്ക് പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കാതിരുന്നത്. നല്ല പുളിയുള്ള നാടൻ മാമ്പഴമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ ആ മാമ്പഴം വേവാൻ വെക്കുന്ന സമയത്ത് തന്നെ ഒരല്പം 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര അതല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ തന്നെ നല്ല മധുരമുണ്ട്, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ തന്നെ നല്ല കുറുകി നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. അടുത്തതായിട്ട് നമുക്കിതിന് കടുക് പൊട്ടിച്ച് ചേർക്കാം. അപ്പോൾ ഒരു പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ കറി വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കണം. നാടൻ കറിക്ക് വെളിച്ചെണ്ണയാണ് നല്ലത്. ഒരു 2-2.5 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിക്കാം. അടുത്തതായിട്ട് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടി തീരാറാകുമ്പോൾ ഒരു 3 പിഞ്ച് ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് മൊരിഞ്ഞതിന് ശേഷം ഒരു 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില. പിന്നെ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ചൂട് കൊണ്ട് തന്നെ ഇത്രയും അങ്ങ് മൊരിഞ്ഞോളൂ. ഇതിലേക്ക് ഇനി ഒരു 3-4 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണിൽ താഴെ മതി. ഇപ്പോൾ കറിക്ക് അതിൻ്റെ മുകളിലെ എണ്ണ ഇങ്ങനെ പൊങ്ങിക്കിടക്കുമ്പോൾ ഒരു നല്ല ഭംഗി ഉണ്ടാവും. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി.
ഇനി താളിച്ച് നമുക്ക് ഈ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇളക്കി യോജിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ. ഓണത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ മലയാളികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം മാമ്പഴ പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചെറിയ മാമ്പഴം കിട്ടിയാൽ നിങ്ങൾ അത് വെച്ച് തന്നെ തയ്യാറാക്കി നോക്കുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ടേക്ക് കെയർ. ബൈ.